ആ ഭ്രാന്ത ചെക്കനെ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലി മോൾക്ക്? ഏട്ടനും കൂടി കൂട്ടുന്നോണ്ടായിരുന്നു അല്ല? സുബു, കുട്ടിയുടെ ഇഷ്ടം അതാച്ച നമ്മളെന്താ ചെയ്യുക? അവൾക്ക് അവനെ മതിയെന്ന് നിനക്കറിയാലോ. ടീച്ചറമ്മേനോട് അവൾക്കുള്ള ഇഷ്ടം. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ സുബു അവള്. കരയണ്ടെന്ന് വെച്ച് ഞാനും സമ്മതം മൂളി. അല്ലാതെ. വാതിൽ പടി നിൽക്കുന്ന എന്നെ കണ്ടതും അച്ഛൻ ബാക്കി പറയാതെ മുറ്റത്തേക്ക് ഇറങ്ങി. സുഭദ്രാപ്പച്ചി നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരെണ്ണ ഉള്ളൂന്ന് വെച്ച് തലയിൽ കൊണ്ടു നടന്നോണ്ടാ നീ ഇങ്ങനെ ഒരു അവ്യയം കാട്ടിയേ. തലക്ക് ബുദ്ധിയില്ലാത്ത ഒരാളെ കിട്ടിയുള്ളൂ നിനക്ക് ഭർത്താവാക്കാൻ. അത് മാത്രാണോ വേറൊരു പെണ്ണിനെ ഓർത്തുകൊണ്ട് നടക്കുന്ന ചെക്കനെ? അവൻ നിന്നെ ഒരു ഭാര്യയായിട്ട് കാണുന്ന ഉറപ്പുണ്ടോ നിനക്ക്? എന്താ അച്ഛൻ നീ തനിയെ അനുഭവിച്ച നീ? അപ്പച്ചി അകത്തേക്ക് കയറിപ്പോയിട്ടും ഞാൻ ശില പോലെ നിന്നുപോയി. ചെവിയിൽ അപ്പോഴും അപ്പച്ചി പറഞ്ഞ വാക്കുകളായിരുന്നു. ദേവേന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ പഴയ ഓർമ്മകൾ ഓടിയെത്തി. അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ചിറ്റയെടുത്ത് സാവിത്രി ടീച്ചർ. എനിക്ക് അമ്മേനെ പോലെയും അവരുടെ ഒരേ ഒരു മോനാണ് രുദ്രദേവൻ എൻ്റെ ദേവേട്ട്. കുഞ്ഞിലെ മുതൽ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ മുഖം. വളരും തോറും ദേവേട്ടനോടുള്ള ഇഷ്ടവും കൂടി. മുന്നിൽ പോയി നിൽക്കുന്നതിനെ പേടിയായതുകൊണ്ട് എൻ്റെ ഇഷ്ടം പറയാനും പറ്റിയില്ല. MBA ചെയ്യാൻ ബാംഗ്ലൂർക്ക് പോയ ദേവേട്ടൻ ലീവിന് തിരികെ വന്ന കൂടെ ഒരു പെൺകുട്ടിയായിട്ടാണ്. കൃഷ്ണവേണി, ദേവേട്ടൻ്റെ വേണിക്കുട്ടി. അവർ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഇഷ്ടാത്രേ. ടീച്ചർ അമ്മയെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന. കോഴ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനായിരുന്നു തീരുമാനം. തിരികെ ബാംഗ്ലൂർക്ക് മടങ്ങും വഴിയാണ് കാർ ആക്സിഡന്റിൽ ദേവേൻ്റെ മുമ്പിൽ കിടന്ന് വേണി മരിക്കുന്നതും ദേവൻ മെന്റലി തകർന്നതും. നാട്ടിലേക്ക് കൊണ്ടുവന്ന് പല ചികിത്സകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേട്ടൻ ടീച്ചറെ കാണാൻ ചെന്ന് എന്നെ കാണുന്നു. വേണിയാണെന്ന് പറഞ്ഞ് ഓടി വന്ന് എൻ്റെ ആ നെഞ്ചിലോട്ട് ചേർക്കുന്നു. ഞാൻ വേണിയല്ലെന്ന് പറഞ്ഞിട്ടും ആ കൈകൾ ഒന്നുകൂടി മുറുകിയതല്ലാതെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബലമായി കൈ വിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ കണ്ണിൽ കണ്ടതെല്ലാം തല്ലിപ്പൊളിച്ച് കൈകൾ മുടിയിൽ കോർത്തു വലിച്ച് എൻ്റെ വേണി എന്ന് പറഞ്ഞ് കരയുന്ന ദേവേട്ടൻ്റെ മുഖം. ഞാൻ ജീവനായി കണ്ട് സ്നേഹിച്ച ആളുടെ അവസ്ഥ കണ്ട് എൻ്റെ നെഞ്ച് നീറി. എന്നെ കാണാതെ ബഹളം വയ്ക്കുന്ന ദേവേട്ടനെ കാണാൻ ചെന്ന ദിവസം ഓടി വന്നെന്നെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടികളെപ്പോലെ നെഞ്ചിൽ കിടന്ന് തലയിട്ടുരുട്ടി എന്നെ വിട്ടു പോവല്ലേ വേണിക്കുട്ടി, ഞാൻ ഒറ്റക്കായി പോകുമെന്ന് പറഞ്ഞ് കരയുന്ന ദേവേട്ടനെ കണ്ട് തകർന്നു പോയി. മോളെ, അമ്മയുടെ സ്വാർത്ഥതയാണെന്ന് കരുതരുത് നീ. രുദ്രൻ്റെ ജീവിതത്തിൽ നീ വന്ന അവൻ പഴയ പോലെ ആവുന്നൊരു തോന്നൽ. അവൻ നിന്നെ കാണാതെ ഇവിടെ ഉണ്ടാക്കുന്ന ബഹളം കാണുമ്പോൾ അവനെ നോക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം അത് തന്നെയാണ്. എൻ്റെ കുട്ടിക്ക് വന്നൂടെ അവൻ്റെ പെണ്ണായി ചിറ്റയിടത്തേക്ക്? അമ്മ നിർബന്ധിക്കില്ല, എന്നാലും ചോദിക്കുകയാണ്. തെറ്റായി പോയെങ്കിൽ എൻ്റെ കുട്ടി ക്ഷമിക്കണം. ഇല്ല ടീച്ചറമ്മേ, എനിക്ക് സമ്മത. ദേവേട്ടൻ അത്രയും ഇഷ്ടമായിട്ട് തന്നെയാണ്. അത് ഇന്നോ ഇന്നലെ ഉണ്ടായ ഇഷ്ടമല്ല, കുഞ്ഞിലെപ്പോഴും മനസ്സിൽ കയറിക്കൂടിയതാണ്. ഞാൻ കാരണം ദേവേട്ടൻ പഴയതുപോലെ ആവുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദേവേട്ടൻ്റെ പെണ്ണായിട്ട് വരാൻ. അല്ലിമോളെ, വീടെത്തി. അപ്പച്ചി തട്ടി വിളിച്ചപ്പോഴാണ് ബോധത്തിലേക്ക് വന്ന് ടീച്ചറമ്മ നിലവിളക്കുന്ന അകത്തേക്ക് കയറ്റി. ഇനി ഇത് തൻ്റെയും വീടാണ്. എത്ര നാളുണ്ടാവും ഇവിടെ എന്നായിരുന്നു മനസ്സിൽ. മുന്നിലെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കി ഒന്നേ പറഞ്ഞുള്ളൂ, എൻ്റെ കഴുത്തിൽ ഈ താലി എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണേന്ന്. എല്ലാവരും പോയി കഴിഞ്ഞ് ആ വലിയ വീട്ടിൽ ദേവേട്ടനും ഞാനും ടീച്ചറമ്മയും മാത്രമായി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ദേവൻ അല്ലിയെ വേണിയായി സ്നേഹിച്ചുകൊണ്ടിരുന്നു. അവൻ അവളെ വേണിയായി സ്നേഹിക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരുന്നു അല്ലി. നിന്നെ എനിക്കിന്ന് സ്നേഹിക്കണം വേണിക്കുട്ടി. അവളുടെ എതിർപ്പുകളെല്ലാം തകർത്ത് ഒരു ദിവസം പുറകിൽ നിന്ന് ചുറ്റി വരിഞ്ഞ് ആ പെണ്ണിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടവൻ കാതിൽ ചൊല്ലി. ശ്വാസം പോലും എടുക്കാൻ മറന്ന് അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണിലെ പ്രണയക്കടലിൽ മുങ്ങിത്താന്ന് പോയാലോ എന്ന് ഭയന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എതിർപ്പുകളെല്ലാം വിഫലമാക്കി രാത്രിയിൽ എപ്പോഴോ അവൻ അവളിൽ ലയിച്ചു ചേർന്നു. ഇടയ്ക്കെപ്പോഴോ എൻ്റെ വേണിയെന്ന് പുലമ്പുന്ന അവനെ നോക്കി ആ പെണ്ണ് കരഞ്ഞു. ഒരിക്കലെങ്കിലും എന്നെ വേണിയായി കണ്ടല്ലാതെ അല്ലിയായി സ്നേഹിക്കാൻ പറ്റുമോ ദേവേട്ടിന്? കുഞ്ഞുകുട്ടികളെപ്പോലെ ഉറങ്ങുന്ന അവനെ നോക്കിക്കിടന്ന് ആ പെണ്ണു എപ്പോഴും ഉറങ്ങി. മോളെ, US-ലെ ഹോസ്പിറ്റലിൽ ദേവന് ട്രീറ്റ്മെൻറ്റ് ശരിയാക്കിയിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ തിരികെ വരും. എല്ലാം ശരിയാവുന്ന അമ്മയുടെ മനസ്സ് പറയുന്നേ. ഒരു ദിവസം ടീച്ചറമ്മ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ചെടി നനക്കുന്ന എന്നെ നോക്കി. മോളെന്താ ഒന്നും പറയാത്തേ? ഏയ് ഒന്നുമില്ലമ്മേ. തിരികെ വരുമ്പോൾ എന്നെ മറന്നു പോവില്ലേ? ഞാൻ വേണിയല്ലാന്ന് അറിയൂലേ? എനിക്ക് കഴിയൂല ദയവേട്ടിനെ വിട്ടു പോവാൻ. അത് ഓർക്കുമ്പോഴാ. പറഞ്ഞു കഴിയും മുമ്പേ കരഞ്ഞുപോയിരുന്നു. എൻ്റെ കുട്ടീനെ വിട്ടിട്ട് അവൻ എങ്ങോട്ടും പോവില്ല. നീ ഇപ്പം അവൻ്റെ ഭാര്യയാണ്, കാമുകിയല്ല കളഞ്ഞിട്ട് പോവാൻ. പയ്യമുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവേട്ടനെ നോക്കി അടുത്ത് ചെന്നിരുന്ന് തലമുടിയിൽ കൈ ഓടിച്ചു. നെറ്റിയിൽ സ്നേഹത്തോടെ നനത്തൊരു ഉമ്മ നൽകി. ഇനി ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹം ഇങ്ങനെയാണ്, വേദനിപ്പിച്ച് കൊല്ലും. അകലാൻ നോക്കുമ്പോഴെല്ലാം കൂടുതൽ അടുപ്പിക്കും. അവസാനം ഒന്നുമില്ലാതായി തീരും. 3 മാസത്തിന് ശേഷം ഇന്നാണ് ചികിത്സ കഴിഞ്ഞ് ഓർമ്മകളെല്ലാം തിരികെ കിട്ടി ചിറ്റയെടുത്ത് രുദ്രദേവ് തിരിച്ചെത്തുന്നു.
പേടിച്ചു തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മുറ്റത്ത് വണ്ടിയൊന്ന് നിൽക്കുന്നതിൻ്റെ ഒച്ച കേട്ടപ്പോഴേ അള്ളിയെ ഓടി വന്ന് ഉമ്മറത്തെ തൂണും ചുറ്റി നിന്നു. ഡോറ് തുറന്നിറങ്ങുന്ന അവനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. മുടിയെല്ലാം ഒതുക്കി നീണ്ട താടി ഭംഗിൽ ട്രിം ചെയ്ത് ആളാകെ മാറിയിരുന്നു. തൻ്റെ അരികിലൂടെ അവളിൽ നിന്ന് നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയ അവനെ തെല്ല് പരിഭവത്തോടെ അവൾ നോക്കി നിന്നു. ഇത്രയും വലിയ കണ്ണുണ്ടായിട്ട് എന്നെ കണ്ടില്ലേ? ഊണ് കഴിക്കുമ്പോഴും അവനെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. ഇനി മിണ്ടാതെ തന്നെ കാണായിട്ടായാലോ? എന്തെങ്കിലും വേണോ ദേവേട്ടന്? അരികിൽ ചെന്ന് ചോദിച്ചു. എന്നിട്ടൊന്നും നോക്കുകൂടി ചെയ്യാതെ അവൻ എഴുന്നേറ്റ് പോയതോടെ ആ പെണ്ണിന്റെ നെഞ്ചിൽ നോവിന്റെ കടലിരമ്പി. രാത്രിയിൽ വെള്ളവുമായി മുറിയിൽ കിടക്കാൻ ചെന്നവളെ കണ്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ അവനൊന്ന് തുറിച്ചു നോക്കി. ആരടി നീ? എന്റെ റൂമിൽ നിനക്കെന്താ കാര്യം? നിന്നോട് ചോദിച്ച് രാവിലെ മുതൽ കാണുന്നുണ്ടല്ലോ. പെട്ടെന്നൊന്നും പറയാൻ കിട്ടാതെ അവനെ തുറിച്ചു നോക്കുന്ന പെണ്ണിനെ വലിച്ചു പുറത്താക്കി അവൻ വാതിൽ വലിച്ചടച്ചിരുന്നു. ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ കാൽമുട്ടിൽ മുഖമൊളിപ്പിച്ച് ആ പെണ്ണ് കരച്ചിലടക്കാൻ പാടുപെട്ടു. പിറ്റേന്ന് അമ്മയ്ക്ക് മുന്നിലേക്ക് അവൻ അവളെ വലിച്ചു നീക്കി നിർത്തി. ഇതാരാണമ്മേ? ഇവളെന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? എന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന എന്തിനാ? ജോലിക്കാരിയാണെങ്കിൽ പറയുന്ന ജോലി ചെയ്താൽ മതി, എന്നെ നോക്കാൻ വരണ്ട. ബോധമില്ലാതെ ഇവളൊക്കെ ജോലിക്ക് വെച്ച് എന്തിനാ അമ്മേ? ദേവേട്ടൻ താൻ ജോലിക്കാരിയായിട്ടാണോ തോന്നി? ബാക്കി കേൾക്കാൻ കഴിയാതെ മുറിയിലേക്ക് നടന്നു. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അലിയെ ഒരിക്കലും ദേവേട്ടന് വേണിക്ക് പകരം കാണാൻ കഴിയില്ല. താനാണ് വേണ്ടാത്തൊക്കെ വിചാരിച്ചു കൂട്ടിയ പൊട്ടി. കയ്യിൽ കിട്ടിയതെല്ലാം ഒരു ബാഗിലാക്കി താഴേക്ക് നടന്നു. ഇനിയും വയ്യ ഈ അവഗണന കാണാൻ. മോനെ, ഇത് നിന്റെ ഭാര്യ അല്ലി. നിനക്ക് സുഖമില്ലാണ്ടിരുന്ന സമയത്തായിരുന്നു നിങ്ങളുടെ വിവാഹം. നീ വേണിയായി കണ്ടിരുന്ന അല്ലി മോളെയാ. നിന്നെ ഇത്രയും നാൾ നോക്കിയത് ഇവളാ. നിനക്കപ്പ എന്തിനു ഇവളെ വേണമായിരുന്നു? അമ്മേ, സ്റ്റോപ്പ് ഇറ്റ്. എന്റെ വേണിയെ പറഞ്ഞ് ഞാൻ ഇവളെ കെട്ടിയെന്നോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയില്ല. ഓർമ്മയില്ലാതിരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ഇവളെ എന്റെ ഭാര്യയാക്കി. അതല്ലേ സത്യം? രുദ്രന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. അതല്ലയല്ല, വേണിയാ. ദേഷ്യത്തിൽ അവരെ നോക്കി പറഞ്ഞിട്ട് മുകളിൽ നിന്ന് വരുന്ന ആ പെണ്ണിനെ നോക്കി. ഇന്നത്തോടെ നിർത്തിപ്പോയിക്കോണം എന്റെ ഭാര്യ പദവി. കേട്ടോടി മോളെ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞതാ. അമ്മ പറഞ്ഞ എന്റെ കുട്ടി കേൾക്കും. മോളിപ്പോ എങ്ങും പോവാതെ അമ്മ പറയുന്ന കേൾക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാവനെ. അതുവരെ നീ എങ്ങും പോവരുത്. ഞാൻ ഇനിയും എന്തിനാ അമ്മ ഇവിടെ? ഒരിക്കലും എന്നെ ദേവേട്ടൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. ഇനിയും ഞാനിവിടെ നിൽക്കില്ല. അമ്മ പറയണം ദേവേട്ടനോട് എന്തെങ്കിലും എനിക്ക് അയാൾ ജീവനായിരുന്നു എന്ന്. എന്നേക്കാൾ കൂടുതൽ അത്രമേൽ ഇഷ്ടമാണ് എനിക്കെന്ന്. വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല. സാവിത്രി ദേഷ്യത്തോടെ രുദ്രന്റെ റൂമിലേക്ക് നടന്നു. 2 മാസങ്ങൾ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേട്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു അല്ലി. താനൊരു അമ്മയാവാൻ പോകുന്നു. ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷേ സന്തോഷത്തിന് പകരം നിരാശയാണ് തോന്നിയത്. ഇതറിയേണ്ട ആൾ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. ദേവേട്ടൻ അറിയുന്നില്ലല്ലോ ഒന്നും. വിവരറിഞ്ഞ് ഓടിയെത്തിയ അപ്പച്ചിയാണ് ദേവേട്ടനെ അറിയിക്കണമെന്ന് നിർബന്ധിച്ച്. അറിഞ്ഞാലും തേടി വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അറിയിക്കേണ്ട നിർബന്ധിച്ച് പറഞ്ഞിട്ടും അപ്പച്ചി തന്നെ പോയി പറയാമെന്ന് തീരുമാനിച്ചു. സ്വന്തം തീരുമാനമായിരുന്നല്ലോ ഈ കല്യാണം. ഇനി ഞങ്ങൾ പറയണം കേട്ടാ മതി. നീ അവന്റെ കുഞ്ഞ് നിന്നിലുണ്ടെന്ന് അവൻ അറിയണ്ടേ? അച്ഛനും അപ്പച്ചി പറഞ്ഞ് ശരിവെച്ചു. പിന്നെയൊന്നും മിണ്ടാൻ പോയില്ല. മുറിയിലേക്ക് പോയി കൈ വയറിൽ വെച്ച് കിടന്നു. അച്ഛൻ വരുമോ ആവേ നമ്മളെ കൂട്ടാൻ? എനിക്കിപ്പോൾ നീയുണ്ടല്ലോ, വേറെ ആരും വേണ്ട. നമുക്ക് നമ്മൾ മാത്രം മതി. 2 ദിവസങ്ങൾക്ക് ശേഷം മുറ്റത്ത് വന്നിറങ്ങിയ കാറിൽ ടീച്ചറമ്മയോടൊപ്പം രുദ്രനുണ്ടായിരുന്നു. രുദ്ര, നീ പോയി മോളെ വിളിച്ചിട്ട് വാ. ടീച്ചറമ്മയുടെ ശബ്ദം കേട്ടതും ഞെട്ടിപ്പിടഞ്ഞ മുറിയിൽ കയറി ജനലഴിയിൽ മുഖമമർത്തി പുറത്തേക്ക് നോക്കി നിന്നു. അപ്പോഴേക്കും കഴുത്തിന്മേൽ ചുടുനിശ്വാസവും വയറിന്മേലെ കൈകളും ചുറ്റി വരിഞ്ഞിരുന്നു. എന്താണ് പെണ്ണേ, രുദ്രനോടുള്ള നിന്റെ പ്രണയം ഇല്ലാതെയായോ? ഞാൻ ഇട്ടേച്ച് പോകാൻ പറഞ്ഞ ഉടനെ എന്നെ ഇട്ടേച്ച് പോയി കളയൂ നീ? എനിക്കറിയില്ലെങ്കിലും നിനക്കറിയില്ലേടി എന്നെ. അമ്മ പറഞ്ഞറിഞ്ഞല്ല ഞാൻ. ക്ഷമിച്ചുകൂടെ എന്നോട്? തിരിഞ്ഞെന്ന് ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഭ്രാന്തായിരുന്നില്ലേടി എനിക്ക്? തിരിച്ചറിയാൻ വൈകിപ്പോയി. എന്നെ ജീവനേക്കാൾ സ്നേഹിച്ച എൻ്റെ അല്ലിയെ, എൻ്റെ 2ാം ജന്മത്തിൻ്റെ അവകാശിയെ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ, നിന്നെ ഞാൻ എങ്ങനെയാടി ഇട്ടേച്ച് പോവാ? എനിക്ക് വേണം നിന്നെ ഇനി എല്ലാ ജന്മത്തിലും. വരുടി എൻ്റെ കൂടെ. നീ ഇല്ലാതെ എനിക്ക് വയ്യടി. ഒറ്റക്കായി പോയ പോലെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല പെണ്ണേ. ബാക്കി പറയാൻ അനുവദിക്കാതെ ആ ചുണ്ടിൽ ചൂണ്ടുവിരൽ ചേർത്ത് നെഞ്ചിലേക്ക് ചാരി നിന്നു. എന്നാ എന്നെ നീ ഇട്ടേച്ച് പോവോ? പറയും, വേലക്കാരിയാണെന്ന് പറയുമോ? ഒന്നുകൂടി അവളുടെ അരികിലേക്ക് മുറുകെ ചേർത്ത് പിടിച്ച് ഒരിക്കലും നിന്റെ അരികിൽ നിന്നും പോവില്ലെന്ന് പറഞ്ഞ് നെറ്റിയിൽ നൽകിയ നനുത്ത ചുംബനമായിരുന്നു അതിനുള്ള ഉത്തരം.